ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്ന് നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും പകർന്നതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു താങ്ക് യു താങ്ക് യു. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്താണ്? നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് ഫീലിങ്സാണ് ഇപ്പോൾ ഉള്ളത്? ഓക്കെ, ഓവറോൾ എനർജി വന്നിരിക്കുന്നത് 7 ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. നമുക്ക് നോക്കാം. ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 12, 3, 2, 6, 13, 4, 2, 1, 1, 7. ഓക്കെ, 1 ഇവിടെ സ്ട്രോങ് ആണ്. ഓക്കെ, മേടം, ചിങ്ങം, ധനു, മിഥുനം, തുലാം, കുംഭം, ഇടവം, കന്നി, മകരം, കർക്കിടകം, വൃശ്ചികം, മീനം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ജെമിനി, ലിബ്ര, അക്വേറിയസ്, ക്യാൻസർ, സ്കോർപിയോ, സ്പൈസീസ്. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള കറണ്ട് എനർജി എന്താണ്? ഓക്കെ, പ്ലീസ് കേൾവി മദർ യൂണിവേഴ്സ്. ആദ്യം വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് വാൻസ് ആണ്. ഒരു വിജയമാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇതുവരെയും നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി അവർക്ക് ഒരുപാട് 5 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി ആയിരുന്നു. ഒരുപാട് ടെൻഷനായിരുന്നു നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി. മുന്നോട്ട് പോകാൻ കഴിയാത്തവണ്ണം ഡിപ്രഷൻ ഫീലിംഗ് ആയിരുന്നു. ഒരു പക്ഷേ സാമ്പത്തികമായിട്ടുള്ള ഏതെങ്കിലും കാര്യത്തിലായിരിക്കും, അല്ലെങ്കിൽ ഇമോഷണൽ പരമായിട്ട് ഏതെങ്കിലും കാര്യത്തിലായിരിക്കും. പക്ഷേ ഇപ്പോൾ അതിൽ ഒരു വിജയം കാണുവാൻ നിങ്ങളുടെ പേഴ്സൺ തീരുമാനിക്കുന്നു. നിങ്ങൾ ഏത് വ്യക്തിയാണോ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് ആ വ്യക്തി അതിൽ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും അവർക്ക് പുറത്ത് കടക്കുവാൻ, നിങ്ങളുടെ പേഴ്സണ് പുറത്ത് കടക്കുവാൻ, ഒരു വിജയം ലഭിക്കുവാൻ സമയമായിരിക്കുന്നു. ഓക്കെ, ഏതെങ്കിലും രീതിയിൽ കൊടുക്കൽ വാങ്ങലുകൾ നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു. നിങ്ങൾക്ക് മെസ്സേജോ കോളോ നൽകുന്നതിന് വേണ്ടിയിട്ട് അവർ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ സാമ്പത്തിക കൈമാറ്റമോ ഭൂമി കൈമാറ്റമോ ചെയ്യുവാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഞാനിവിടെ പേഴ്സൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തികളുടെ എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ആരെയും മനസ്സിൽ ചിന്തിക്കാം. ഓക്കെ, കേൾവി മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 2 ഓഫ് കപ്പിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? ദ മൂണിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. കുറച്ച് നാളായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ അതിഭയങ്കരമായിട്ടുള്ള കോൺഫ്ലിക്റ്റും മാനസികമായിട്ടുള്ള ടെൻഷനും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് അതെല്ലാം മാറിയിട്ടൊരു വിജയം നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് തരാൻ അവർ ആഗ്രഹിക്കുന്നു. കോൾ മെസ്സേജ് തരാൻ ആഗ്രഹിക്കുന്നു. ലവേഴ്സിൻ്റെ കാർഡ് എന്തുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഒരു ബ്രൈറ്റ് എനർജിയാണ് ഇനി നിങ്ങളുടെയും നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന വ്യക്തിയുടെയും ഇടയിൽ വന്നു ചേരാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ മുന്നോട്ട് ഒരു വഴിയും ഇല്ലാതെ അടഞ്ഞിരുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നതെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റം വരാൻ പോകുന്നു. നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നു. ഓക്കെ, 2 പ്രാവശ്യം ജഡ്ജ്മെൻറ്റും ജസ്റ്റിസും വന്നിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്കും നിങ്ങൾക്കൊരു ന്യായം ലഭിക്കാൻ പോകുന്നു. നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി മുന്നോട്ട് പോകാൻ കഴിയാതെ കോൺഫ്ലിക്റ്റ് ആയിരുന്ന മനസ്സിനെ മാറ്റിക്കൊണ്ട് ഒരു ദൈവികമായിട്ട് ഒരു സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കാം. ഓക്കെ, അപ്പോൾ ഏത് വിഷയത്തിലാണോ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലൊരു വ്യക്തിയെ വിചാരിച്ചിരിക്കുന്നത് ആ വിചാരത്തിൽ നിന്നും ഇനി അങ്ങോട്ട് സൺ ഉദിക്കുകയാണ്. ഏഞ്ചൽ ബ്ലെസ്സിങ്, നിങ്ങളുടെ പ്രാർത്ഥന ഇവിടെ സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, പ്ലീസ് കേൾവി മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ക്യൂൻ ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? ചില കാര്യങ്ങൾ നിങ്ങളുടെ ഇടയിൽ അവ്യക്തമായിരുന്നു, നിഗൂഢമായിരുന്നു എങ്കിൽ അതെല്ലാം ഇനി ഓപ്പൺ ആകാൻ പോകുന്നു. നിങ്ങളുടെ ഇടയിൽ ചില തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചില വ്യക്തികൾ നിങ്ങളുടെ ഇടയിൽ നിങ്ങൾക്കെതിരായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചെല്ലാം നിങ്ങളുടെ പേഴ്സണ് മനസ്സിലാകുന്നതായിരിക്കും. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാകുന്നതായിരിക്കും. തേർഡ് പാർട്ടി ആരെന്നും നിങ്ങളുടെ ഇടയിൽ മറച്ചു വെച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായി ലഭിക്കുന്ന ഒരു എനർജി കൂടി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, കേൾവി മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ പേജ് ഓഫ് സോഡ് വന്നിരിക്കുന്നത്?
നിങ്ങളുടെ പേഴ്സണുകളിൽ നിന്നും മുന്നോട്ട് പോകുവാൻ അവർക്ക് സാധിക്കുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾ ഉപേക്ഷിച്ച് പോകുവാൻ അവർ ശ്രമിക്കുന്നുണ്ടായിരിക്കാം, പദ്ധതി ഇട്ടിട്ടുണ്ടായിരിക്കാം, പക്ഷേ അതവർക്ക് സാധിക്കുന്നില്ല. അവർ മുന്നോട്ട് പോകുമ്പോഴും നിങ്ങളുടെ എനർജി അവരെ പിറകിലേക്ക് വലിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. ദ ഹൈ പ്രീസ്റ്റസ് വന്നിട്ടുണ്ട്. നിങ്ങളിൽ നിന്നും അവർക്ക് വിട്ടുപോകാൻ കഴിയില്ല. കാരണം ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് വസ്തുക്കളെ ആകർഷിക്കുന്നത് പോലെ നിങ്ങളുടെ കേന്ദ്രത്തിലേക്ക്, നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സണെ ആകർഷിക്കുന്നു. ഒരിക്കലും അവർക്ക് നിങ്ങളെ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരു എനർജി കൂടി ഇവിടെ വന്നിരിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ രഹസ്യമായി പിന്തുടരുന്നതായി കാണുന്നു. ഓക്കെ, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ പിന്തുടരുന്ന ഒരു എനർജി, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട വ്യക്തികളുമായിട്ടോ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ മെസ്സേജുകൾ, നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ എവിടെയാണ്, നിങ്ങൾ സുഖമാണോ എന്നുള്ള മെസ്സേജുകൾ നിങ്ങളുടെ പേഴ്സൺ അറിയാൻ ശ്രമിക്കുന്നതായി ഉള്ള ഒരു എനർജി കൂടി വരുന്നു. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക, ഇല്ലാത്തവർ വിട്ടുകളയുക. അടുത്തത് വന്നിരിക്കുന്നത് ഏസ് ഓഫ് സോഡിൻ്റെ എനർജിയാണ്. 7 ഓഫ് കപ്പ്. നിങ്ങളുടെ പേഴ്സണ് ഒന്നിലധികം ഓപ്ഷനുകൾ ഉണ്ടായിരുന്നായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ കൂടാതെ പല ചോയ്സുകൾ അവർ തിരഞ്ഞെടുത്തെങ്കിലും അതൊന്നും അവർക്ക് ശരിയായ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. പേഴ്സൺ വിചാരിച്ചു നിങ്ങളെക്കാളും ബെറ്ററാണ് മറ്റേതെങ്കിലും തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടെ നിൽക്കുമ്പോൾ തന്നെ അവരുടെ ശ്രദ്ധ മറ്റു പല കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തു എങ്കിൽ ഇപ്പോൾ അവർക്ക് നല്ല രീതിയിൽ അതിൽ നിന്നും പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങൾ ലഭിച്ചിരിക്കുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന 7 ഓഫ് കപ്പ് ഒരുപാട് ഇലൂഷനുകൾ, നെഗറ്റീവ് സിറ്റുവേഷൻ എല്ലാം അവരെ അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങളെ സെലക്ട് ചെയ്യുവാൻ നിങ്ങളുടെ പേഴ്സൺ തീരുമാനിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഒരു സക്സസ് നിങ്ങളിലേക്ക് കൊണ്ടുവരണമെന്നും അവരാഗ്രഹിക്കുന്നത് ഏസ് ഓഫ് പെൻറ്റിക്കിളാണ്. ഏസ് ഓഫ് സോഡും ഏസ് ഓഫ് പെൻറ്റിക്കിളും അടുത്തടുത്തായി വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കോൾ മെസ്സേജിനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നു. നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന വ്യക്തിയിൽ നിന്നും ഒരു സാമ്പത്തിക ലാഭം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു ഒഴുക്ക് നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഓക്കെ, ചില വ്യക്തികൾക്ക് കോൾ മെസ്സേജിനുള്ള സാധ്യതകളും ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ഇതുവരെയും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഒരു കാര്യങ്ങൾ പറഞ്ഞ്, നിങ്ങളെ ഒഴിവുകൾ പറഞ്ഞ് നിങ്ങൾക്ക് ബൗണ്ടറി സെറ്റ് ചെയ്ത് നിങ്ങളെ ദൂരേക്ക് മാറ്റി നിർത്തിയിരുന്ന ഒരു എനർജിയായിരുന്നു ഇതുവരെയും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അതിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കൊരു മാറ്റം കൊണ്ടുവരികയാണ്. ഉടൻ തന്നെ ഒരു മാറ്റമാണ് വരുന്നത്. പേജ് ഓഫ് കപ്പ് വന്നിട്ടുണ്ട്. ഓഫറുമായിട്ട് നിങ്ങളിലേക്ക് വരുന്നു. ഇതുവരെയും നിങ്ങളുടെ റിലേഷൻഷിപ്പ് 8 ഓഫ് സോഡിൻ്റെ എനർജിയിൽ കണ്ണ് കെട്ടി മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണം സ്റ്റക്ക് സിറ്റുവേഷൻ ആയിരുന്നു എങ്കിൽ അതിന് ഒരു വിജയമാണ് വരുന്നത്. മുന്നോട്ട് കടന്നു പോകുന്നതാണ്. ഇവിടെ മുന്നോട്ട് പോകാൻ വയ്യാതെ കടന്ന് നിങ്ങൾക്ക് ബൗണ്ടറി എല്ലാം സെറ്റ് ചെയ്ത്, നിങ്ങൾ ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് റിലേഷൻ ഉണ്ടായത്, ആ റിലേഷനിൽ നിങ്ങൾക്ക് ബൗണ്ടറി ആയിരുന്നു, ഒന്നും മുന്നോട്ട് പോകാതെ കണ്ണ് കെട്ടിയ അവസ്ഥയായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനൊരു മാറ്റം വന്നിരിക്കുന്നു. ഓക്കെ, പേജ് ഓഫ് കപ്പ് മുന്നോട്ട് വരുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യവുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ മുന്നോട്ട് വരുന്നുണ്ട്. ആഗ്രഹിക്കുന്നത് എന്ത് തന്നെയാകാം. നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് നിങ്ങൾക്കൊരു ഓഫർ ആകാം, അല്ലെങ്കിൽ സാമ്പത്തികമാകാം, മെസ്സേജ് ആകാം, എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന്. ഓക്കെ, എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന നമ്പർ 437151231125. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ ഓവറോൾ എനർജി എന്ന് പറയുന്നത് ഒരു കോൺഫ്ലിക്റ്റ് ആണ്. നിങ്ങൾ മാനസികമായോ അല്ലെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ മറ്റു ചില വ്യക്തികളുമായിട്ട് കോൺഫ്ലിക്റ്റിലാണ്. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനസികമായി നിങ്ങളുടെ മനസ്സിനോട് തന്നെ നിങ്ങൾ കോൺഫ്ലിക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 4 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? ഇഗ്നോറിങ് എനർജിയാണ്. നിങ്ങൾ എവിടെയൊക്കെ ചെന്നിരുന്നാലും നിങ്ങൾക്ക് ഇഗ്നോർ ലഭിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ്
നിങ്ങൾക്ക് ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷനിലുള്ളത്. ഓക്കെ, നിങ്ങൾ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് പോയിരുന്നാലും, ചിലപ്പോൾ സാമ്പത്തികമായിരിക്കാം, അല്ലെങ്കിൽ ജോലി സംബന്ധമായിരിക്കാം, ബിസിനസ് ആയിരിക്കാം, എവിടെയൊക്കെ നിങ്ങൾ മുന്നോട്ട് പോയിരുന്നാലും അവിടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത വണ്ണം, അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോഴെല്ലാം കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് വെച്ച് നിങ്ങൾക്കത് നഷ്ടമാകുന്നു, അത് ഇഗ്നോർ ചെയ്യുന്ന ഒരു എനർജി. ഓക്കെ, നിങ്ങൾ ചെല്ലുന്ന വ്യക്തി നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല. ആ ഒരു സമയത്തേക്ക് മറ്റേതെങ്കിലും തേർഡ് പാർട്ടീസ് വന്നിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നതായ സാമ്പത്തികമോ അല്ലെങ്കിൽ ജോലിയോ മറ്റൊരു വ്യക്തിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ അടുത്ത സമയത്തായി നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നത്. ഒരു സ്പീഡിന് തന്നെ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ വരുന്നു എങ്കിലും വരാതിരിക്കുന്നില്ല. നിങ്ങൾക്ക് വലിയ ഭാഗ്യമുണ്ട്, നിങ്ങൾ സക്സസ് ആകുമെന്ന് വിചാരിച്ച് ഓരോ കാര്യങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട്, വളരെ വേഗത്തിൽ എത്തുന്നുണ്ട്. പക്ഷേ അതിൻ്റെ എൻഡിലേക്ക് എത്തുമ്പോൾ, അത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്ന സമയത്ത്, ഓക്കെ, നിങ്ങൾ കയ്യിൽ കിട്ടുന്ന ആ ഒരു സമയത്തിനുള്ളിൽ അത് നഷ്ടമായി പോകുന്നു. ഓക്കെ, ഇഗ്നോർ ചെയ്ത് നിങ്ങളുടെ കൂടെ വരുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ മുന്നോട്ട് പോകുന്നത് അവിടെ വെച്ച് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ തേർഡ് പാർട്ടികൾ കാരണം നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നതായി കാണുന്നു. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് വേദന വരുന്നു. കാരണം അവർ സന്തോഷിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് വേദനിക്കുന്ന ഫീലിങ്സ് ഇവിടെ കൂടുതലായി കാണുന്നത്. നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്ന ഒരു ഫീലിങ്സ് ഒന്നുകിൽ നിങ്ങളുടെ കുടുംബത്തിലായിരിക്കാം, അല്ലെങ്കിൽ സുഹൃത്തുക്കളിലായിരിക്കാം, അല്ലെങ്കിൽ ജോലി സ്ഥലത്തായിരിക്കാം. ഓക്കെ, അവർ ഒരു ഗ്യാങ്ങായിട്ട് നിന്നിട്ട് നിങ്ങളെ ഒറ്റപ്പെടുത്തി നിങ്ങളെ വേദനിപ്പിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 7 ഓഫ് വാൻസ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ജീവിതത്തിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച വ്യക്തികളിലേക്ക് അല്ലെങ്കിൽ വിജയത്തിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് പോലും വിജയമാണെന്ന് ഉറപ്പിച്ച് നിങ്ങൾ കടന്നു ചെല്ലുന്ന സ്ഥലത്തെല്ലാം നിങ്ങൾക്കൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നിങ്ങളെ വീണ്ടും 7 ഓഫ് വാൻസിനെ ക്ലാരിഫൈ ചെയ്ത് വന്നിരിക്കുന്നത് 7 ഓഫ് വാൻസ് തന്നെയാണ്. അതിന് സ്ട്രോങ് ആയിട്ടുള്ള ബൗണ്ടറിയാണ് നിങ്ങൾക്ക് ഇതുവരെയും നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എവിടെയൊക്കെ ചെന്നിരുന്നാലും ഒന്നിനു മേലെ തടസ്സം അങ്ങനെയുള്ള ഒരു എനർജിയാണ്. കാരണം ഇത് ഡബിൾ കാർഡാണ് വന്നിരിക്കുന്നത്. ഇവിടെ 7 ഓഫ് വാൻസ്, അതുപോലെ തന്നെ 7 ഓഫ് വാൻസ്, ഡബിൾ സ്റ്റക്നെസ് ആണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. അതിൻ്റെ മധ്യത്തിൽ നിങ്ങൾക്കൊരു വിജയം വരുന്നുണ്ട്. നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ഉടൻ തന്നെ നിങ്ങൾ ഇത്രയും ടെൻഷനായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്കൊരു വിജയം നിങ്ങളെ തേടി എത്തുന്നു. ഇനി നിങ്ങളുടെ മുന്നിൽ ആ ഒരു ബൗണ്ടറി ഇല്ല, എല്ലാ ബൗണ്ടറികളും മാറിപ്പോകുന്ന ഒരു എനർജിയാണ് വരുന്നത്. അതുകൊണ്ട് ഈ ഒരു നിമിഷം തന്നെ ഈ നെഗറ്റീവ് എനർജിയെ നിങ്ങളുടെ ചിന്തയിൽ നിന്നും മാറ്റുക. ഇനി നിങ്ങൾ എനിക്ക് തടസ്സമാണ് എന്നുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. ആ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് സക്സസ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു, ഗ്രോത്ത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. സൺ കാർഡ് ഇതുവരെയും അന്ധകാരത്തിലായിരുന്നു എങ്കിൽ, ഇതുവരെയും വേദനയിലായിരുന്നു എങ്കിൽ, ഇനി നിങ്ങളത് ചിന്തിക്കരുത്. നിങ്ങൾക്ക് സൂര്യ ഉദയം വരുന്നു എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുക. കാരണം നിങ്ങൾ എന്താണോ അട്രാക്റ്റ് ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നത്. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ നാവ് കൊണ്ട് എനിക്ക് തടസ്സം രക്ഷപ്പെടില്ല എന്നുള്ള കാര്യങ്ങൾ ഇനി പറയാതിരിക്കുക. അതെല്ലാം ക്യാൻസൽ ചെയ്ത് കളയുക. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ പേജ് ഓഫ് പെൻഡിക്കിൾ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണം ഏതെങ്കിലും സ്റ്റക്ക് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എങ്കിൽ ആ സ്റ്റക്ക് സിറ്റുവേഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് റീബർത്ത് ഉണ്ടാകുകയാണ്. സാമ്പത്തികമാണെങ്കിലും ശരി, നിങ്ങൾക്ക് ഒരു ജോലിയാണെങ്കിലും ബിസിനസ് ആണെങ്കിലും മുന്നോട്ട് സ്ട്രോങ് ആകാൻ പോകുന്നു. ഓക്കെ, ഒരു ഗ്രോത്ത് വരികയാണ്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങളുടെ മനസ്സിൽ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചിരിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് വന്നു ചേർന്നിരിക്കുന്നു എന്ന് നിങ്ങൾ ഈ ഒരു സമയം തന്നെ പറഞ്ഞുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുക. എൻ്റെ സക്സസ് എൻ്റെ മുന്നിൽ നിൽക്കുന്നു. ഇനി എനിക്ക് മുന്നോട്ട് സക്സസ് ആണ് ഉള്ളത്. ഞാൻ വിജയിക്കും എന്ന് തന്നെ നിങ്ങൾ മനസ്സുറപ്പോടുകൂടി പറയുക. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഹെയറോഫൻറ്റ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ചില വ്യക്തികളെ കാണുവാൻ പോകുന്നതായി കാണുന്നു. ഒന്നുകിൽ അഡ്വക്കേറ്റിനെ ആയിരിക്കാം, ചില പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട്
ദേവാലയങ്ങളിൽ സന്ദർശിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ ആസ്ട്രോളജി പോലുള്ള കാര്യങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചില പ്രിൻസിപ്പളിനെ കാണുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ പോകുന്നത്, അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ കാണുന്നതിനായിരിക്കാം. നോളജ് ഉള്ളതോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വൽ ആയിട്ടുള്ള വ്യക്തിയെ കാണാനുള്ള വേണ്ടിയിട്ട് നിങ്ങളൊരു യാത്രയാണ് ഇവിടെ കാണുന്നത്. കാരണം ചാരിയറ്റ് എന്ന് പറയുമ്പോൾ യാത്രയാണ്. എന്തിനു വേണ്ടിയിട്ടെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നതായ ചില പ്രതികൂല സാഹചര്യങ്ങൾ, നിങ്ങൾ സക്സസ്സിലേക്ക് എത്തുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല, എത്ര ശ്രമിച്ചിരുന്നാലും നിങ്ങൾ തലയും കുത്തി താഴെ വീഴുന്ന ഒരു എനർജിയാണ് ഉള്ളത്. ഓക്കെ, അപ്പം നിങ്ങളുടെ സക്സസ്സിന് എന്തുകൊണ്ട് ഈ വിജയം നേടിയെടുക്കാൻ കഴിയുന്നില്ല, അതിനെ ചൊല്ലി നിങ്ങൾ ചില നോളജബിൾ ആയിട്ടുള്ള ചില വ്യക്തിയുമായിട്ട് നിങ്ങൾ കോണ്ടാക്റ്റിൽ പോകുന്നു, അതിനൊരു സൊല്യൂഷൻ കാണുന്നതിന് വേണ്ടി ഇവിടെ ഒരു ചാവി ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളുടെ വഴി മുന്നോട്ട് തുറക്കുന്നതിന് വേണ്ടി, നിങ്ങളുടെ ജീവിതം സക്സസ്സിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇന്നൊരു യാത്രയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ചാരിയറ്റാണ് വന്നിരിക്കുന്നത്. താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ സ്റ്റക്ക് സിറ്റുവേഷനിൽ കൂടി ഇപ്പോൾ കടന്നു പോകുന്നതായി കാണുന്നു. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തവണ്ണം നിങ്ങളെ ബന്ധിച്ചിരിക്കുന്നു, സ്വയം നിങ്ങളെ കെട്ടിയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഓക്കെ, ഒന്നുകിൽ നിങ്ങളുടെ ജോലി സംബന്ധമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻ സംബന്ധമായിരിക്കാം. നിങ്ങൾക്കതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുവാൻ കഴിയാതെ നിങ്ങൾ നിൽക്കുന്നു. നിങ്ങൾ ഇരിക്കുന്ന ചുറ്റുപാട് മാനസികമായി നിങ്ങളെ ഒരുപാട് തകർക്കുന്നതാണെങ്കിലും ആ ഒരു ഇരിക്കുന്ന സിറ്റുവേഷന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇളകി മറിയുന്നതായിട്ടുള്ള ഒരു ഇമോഷനിലാണ് നിങ്ങൾ ഇരിക്കുന്നത്, മാനസിക പ്രശ്നം. പക്ഷേ ആ ജോലിയോ ആ വ്യക്തിയെയോ നിങ്ങൾക്ക് ഉപേക്ഷിച്ച് കളയാൻ കഴിയാത്തവണ്ണം നിങ്ങൾ സ്റ്റക്ക് സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഓക്കെ, ഒരു ഓഫറിൻ്റെ എനർജിയാണ്. ചില വ്യക്തികളിൽ നിന്നും നിങ്ങളൊരു ഓഫർ പ്രതീക്ഷിച്ച് നിൽക്കുന്ന എനർജി. ഓക്കെ, ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾ എന്തോ ആഗ്രഹിച്ച് നിൽക്കുന്നു, അത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ സിറ്റുവേഷനെ നിങ്ങൾ നിങ്ങളുടെ പരമാവധി സഹിച്ച് നിങ്ങൾ നിൽക്കുകയാണ്. ഓക്കെ, ഇവിടെ ഒരു ജസ്റ്റിസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ചില നിയമവുമായി ബന്ധപ്പെട്ട് നീതി ലഭിക്കുന്നു. അതല്ലെന്നുണ്ടെങ്കിൽ കുറേ നാളായിട്ട് നിങ്ങൾ ഇഗ്നോർ ചെയ്തിരുന്ന ചില കാര്യങ്ങൾക്ക്. ഓക്കെ, ഫസ്റ്റ് കാർഡാണ് വന്നിരിക്കുന്നത്. ഈ ഫസ്റ്റ് കാർഡ് ഓക്കെ, അതിൻ്റെ എനർജിയാണ് ഇത് സെയിം. ഓക്കെ, ഈ നിങ്ങൾ ഇഗ്നോർ ചെയ്തിരുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നു. നിങ്ങൾ കുറേ നാളായിട്ട് പ്രാർത്ഥനയോടുകൂടി നിങ്ങളുടെ മനസ്സിൽ ഒട്ടും സന്തോഷം പോലും ഇല്ലാതെ ചില ചുറ്റപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ഒരു കൂടിൽ എങ്ങനെയാണോ നിങ്ങളുടെ നെഗറ്റീവ് തോട്ടുകളുമായിട്ട് അല്ലെങ്കിൽ വിഷമങ്ങളുമായിട്ട് നിങ്ങൾ ഒതുങ്ങിക്കൂടി കിടന്നിരുന്നത്, ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്കൊരു ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. ന്യായം നിങ്ങളുടെ ഭാഗത്തായതുകൊണ്ട് നീതി നിങ്ങൾക്ക് തന്നെയാണ് ലഭിക്കുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ഇത് കോൺഫ്ലിക്റ്റ് ആണ്. നിങ്ങൾ മാനസികമായിട്ടും ചില വ്യക്തികളുമായിട്ട് കോൺഫ്ലിക്റ്റ് സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ അതിനൊരു മാറ്റമാണ് ഇനി വരുന്നത്. നിങ്ങൾക്ക് വിജയം, നിങ്ങൾക്ക് വിജയം, നിങ്ങൾക്ക് വിജയം. നിങ്ങൾക്ക് സാമ്പത്തികമായ വിജയം, നിങ്ങൾക്ക് സാമ്പത്തികമായ വിജയം. നിങ്ങൾക്ക് റിലേഷൻ സംബന്ധമായ വിജയം എന്ന് നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും നിങ്ങളെ തന്നെ അനുഗ്രഹിക്കുക. നിങ്ങളുടെ ബാങ്കിനെ നിങ്ങൾ അനുഗ്രഹിക്കുക. ഓക്കെ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ അനുഗ്രഹിക്കുക. ഏത് സിറ്റുവേഷനിലാണോ നിങ്ങൾക്ക് പ്രശ്നം അതിൽ നിങ്ങൾക്ക് അനുഗ്രഹിക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങളിലേക്ക് അതിവേഗം ഓക്കെ 3 ഓഫ് പെൻറ്റിക്കിൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് അതിവേഗം നിങ്ങൾക്ക് ഒരു ട്യൂഷൻ നിങ്ങളിലേക്ക് കടന്നു വരുന്നു, സാമ്പത്തികം നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ഇത്രയും നാൾ കോൺഫ്ലിക്റ്റിലായിരുന്നത്, നിങ്ങളുടെ മനസ്സോ അല്ലെങ്കിൽ നിങ്ങൾ വ്യക്തികളുമായിട്ടോ കോൺഫ്ലിക്റ്റിലായിരുന്നത്, അതിനൊരു മാറ്റമാണ്. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്താറായിരിക്കുന്നു. സാമ്പത്തികം നിങ്ങളെ സഹായിക്കുന്നു, ചില വ്യക്തികൾ നിങ്ങളെ സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു മാറ്റം തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഈ എനർജി എൻ്റെ വ്യൂസിൻ്റെ ലൈഫിൽ ഏറ്റവും പോസിറ്റീവായി വന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. ഈ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ ഉള്ളിലും ശാന്തിയും സമാധാനവും ലഭിച്ച് അവരുടെ സക്സസ്സിലേക്ക് ചെന്നതിനായി ഞാൻ നന്ദി പറയുന്നു. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കുമോ, സാധ്യമാകുമോ. ഫസ്റ്റ്, സെക്കൻഡ്. ഓക്കെ, 2 കാര്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് 2 കാർഡും സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് മനസ്സിൽ ഇപ്പോൾ ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യം സാധ്യമാകുമോ. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികളുടെ ജീവിതത്തിൽ നിങ്ങൾ ചില സ്റ്റക്ക് സിറ്റുവേഷനിലായിരുന്നു, ചില ബൗണ്ടറിയിൽ 9 ഓഫ് വാൻഡ്സ് ഒരുപാട്
ടെൻഷനിൽ കൂടി അല്ലെങ്കിൽ ചില ബ്ലോക്കേജുകൾ നിങ്ങൾക്കുണ്ടായിരുന്നു, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത വണ്ണം ഇവിടെ ഇതുപോലെ ബന്ധിച്ചിരുന്ന ചില സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ സണ്ണ് വരുന്നുണ്ട്, നിങ്ങൾക്കിവിടെ പ്രകാശം നിങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ട്. നിങ്ങൾക്ക് 4 ഓഫ് പെൻറ്റിക്കിൾ, സാമ്പത്തികം നിങ്ങളെ തേടി എത്തുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഏത് വിഷയത്തിലാണോ സ്റ്റക്കായി നിന്നത് അതിന് മുന്നോട്ട് ഒരു വഴി കാണുന്നു. നിങ്ങൾ ജഗിൾ ചെയ്ത് ചില സാമ്പത്തിക വിഷയങ്ങളിലോ അല്ലെങ്കിൽ ചില 2 സിറ്റുവേഷൻ അതിൽ നിങ്ങൾ എന്ത് തീരുമാനമെടുക്കണമെന്ന് അറിയാതെ നിന്നിരുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനൊരു വിജയമാണ് നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നത്. ഉണ്ടോ? ഇതുപോലെ സന്തോഷം നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികളുടെ ജീവിതത്തിൽ നിങ്ങൾ ചില വ്യക്തികളെ ഭയന്നിരുന്നതായി കാണുന്നു. ചില വ്യക്തികളുടെ വാക്കുകളെ നിങ്ങൾ ഭയന്നിരുന്നതായി കാണുന്നു. ആ വ്യക്തികൾ പോസിറ്റീവ് പറയുമോ നെഗറ്റീവ് പറയുമോ ആ ഒരു സിറ്റുവേഷനെ നിങ്ങൾ ഒരുപാട് കൊടുങ്കാറ്റും അല്ലെങ്കിൽ പേമാരിയും ഒക്കെ ആയിട്ട് നിങ്ങൾ വിഷമിച്ച് തരുന്നതായി കാണുന്നു. ചില വ്യക്തികളിൽ നിന്നുള്ള മെസ്സേജിന് വേണ്ടിയിട്ട് നിങ്ങൾ ഭയത്തോടു കൂടി അല്ലെങ്കിൽ ടെൻഷനോട് കൂടി ഇരുന്ന ഒരു എനർജി നിങ്ങൾക്ക് ഇവിടെ കാണുന്നു. അതിലൊരു സക്സസ് വരികയാണ്. 6 ഓഫ് പെൻറ്റിക്കിളാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു. ഓക്കെ, ഒരു പോസിറ്റീവായിട്ടുള്ള ഇവിടെയും വിജയമാണ് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ കാർഡുകാർക്ക് തീർച്ചയായിട്ടും വിജയം നിങ്ങളുടെ മുന്നിൽ തന്നെയാണ് ഉള്ളത്. ഓക്കെ, ഫസ്റ്റ് കാർഡിന് കുറച്ച് വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും വിജയം നിങ്ങളെ തേടി എത്തുന്നതാണ്. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണ്, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ മെസ്സേജ് എന്താണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. വ്യൂസിൻ്റെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണ്, എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണ്, എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണ്. നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് നിങ്ങളിതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക. ഓക്കെ, സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികളുടെ പേഴ്സൻ്റെ മെസ്സേജ്, അവർ വെയിറ്റിംഗ് എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ അട്രാക്റ്റഡ് ആണ് എന്നുള്ള, ആകർഷിതയാണ് എന്നുള്ള ഒരു എനർജിയാണ് വരുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തത് കൊണ്ട് അവർ വെയിറ്റ് ചെയ്യുന്നു. അനുകൂലമായ സാഹചര്യം വരുമ്പോൾ നിങ്ങളുമായിട്ട് ഒരു പക്ഷേ കോണ്ടാക്റ്റിൽ ഇല്ലാത്ത വ്യക്തികൾക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളിലാണ് അവർക്ക് ഒരുപാട് ആകർഷണം തോന്നുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാർഡുകാർക്ക് അത് സണ്ണാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ തന്നെ വരുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണ്, നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ പേഴ്സണ് ഒരു ഇഷ്ടവും ഇല്ല എന്ന് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളുടെ റിലേഷനിൽ എങ്ങനെയായിരുന്നു നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായിരുന്നത് അതേ എനർജിയിൽ കൂടി തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. ഒരു മാറ്റവും നിങ്ങളുടെ സ്നേഹത്തിനോ ഒന്നും വന്നിട്ടില്ല എന്ന് അവർ മെസ്സേജ് ചെയ്യുന്നു. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾ ചില പ്ലാനിങ്ങിലാണ്. ഓക്കെ, നിങ്ങളിലേക്ക് കടന്നു വരണം. ഇതുവരെയും അവർ തേർഡ് പാർട്ടി സിറ്റുവേഷനിലായിരുന്നു. തേർഡ് പാർട്ടിയുടെ വാക്കുകൾക്കായിരുന്നു അവർ പ്രാധാന്യം കൊടുത്തിരുന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങളെ സെലക്ട് ചെയ്തതായിട്ടുള്ളൊരു എനർജിയാണ് കാണുന്നത്. നിങ്ങൾ ഒരുപക്ഷെ അവരുടെ പേരൻസും അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ആരാണോ ആ ഒരു ബാലൻസ് കൊണ്ടുപോകുവാൻ നിങ്ങൾക്കോ അവർക്കോ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടാണ് ഇതുവരെയും പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് അവർ തിരിച്ചറിയുന്നു. നിങ്ങളുടെ പേരൻസുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ പേരൻസുമായിട്ടോ ഒരു ബാലൻസിൽ ഈ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. പേരൻസിൻ്റെ സ്ഥാനത്ത് അവരുടെ ഫ്രണ്ട്സ് ആകാം, അല്ലെങ്കിൽ ബിസിനസ് ആകാം, ജോലിയാകാം, ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടിയെ നിങ്ങൾക്കിവിടെ ചിന്തിക്കാവുന്നതാണ്. കാരണം തേർഡ് പാർട്ടി കാർഡാണ് വന്നിരിക്കുന്നത്. 3 ഓഫ് വാൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി. അപ്പോൾ നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോളുകൾ കഴിവതും ഒഴിവാക്കുക. ഓക്കെ, താങ്ക് യു.